കമ്മ്യൂണിസ്റ്റ് ദിനപത്രം ദേശാഭിമാനിയിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഏതോ ഒരു ലേഖനം വന്നതിന് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇന്നിപ്പോൾ ആ പത്രത്തിലെ പത്രാധിപർ ചുമതലയുണ്ടായിരുന്ന KR അജയനെതിരെ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങുന്നതിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്രമാത്രം കള്ളൻ വിജയൻ എന്ന ലേഖനത്തിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അവിടെയാണ് സാധാരണ മനുഷ്യർക്ക് തെറ്റുന്നത്. കള്ളൻ വിജയൻ എന്ന ലേഖനത്തിൽ ഒന്നുമില്ല, പക്ഷേ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിനാണ് പ്രശ്നം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പേരിനോട് സാദൃശ്യമുണ്ടായി എന്നത് മാത്രമാണ് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിനുള്ള ഏക പ്രശ്നം. മുൻപൊരിക്കൽ കറുത്ത വസ്ത്രമോ കറുത്ത കാറോ കറുത്ത കാക്കയോ പോലും കണ്ടാൽ പോലും ഹാലിളകുമായിരുന്ന പിണറായി വിജയന് കള്ളൻ വിജയൻ എന്ന പേരിനോടും ഒരല്പം ഈർഷ്യ ഉണ്ടായതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ പിണറായി വിജയനെ പറ്റിയോ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയോ ഉള്ള യാതൊരു ഉള്ളടക്കവും ഇല്ലാത്ത ഒരു ലേഖനത്തിന്റെ തലക്കെട്ടിനെ മാത്രം വിലയിരുത്തിക്കൊണ്ട് വിജയൻ എന്ന ഒരൊറ്റ പേരിനൊപ്പം കള്ളൻ എന്ന് വന്നതുകൊണ്ട് മാത്രം എന്താണ് ഇത്ര വിരളി പിടിക്കാൻ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. ചോദ്യം ന്യായമാണ് താനും. മടിയിൽ കനമില്ല എന്ന് പറയുന്ന ഈ കൈകൾ ശുദ്ധമാണെന്ന് വീമ്പ് പറയുന്ന പിണറായി വിജയൻ എന്തിനാണ് കള്ളൻ എന്ന വാക്കിനോട് ഇത്ര വിരോധം? ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ CPIM മുഖപത്രമായ ദേശാഭിമാനിയിലെ കള്ളൻ വിജയൻ തലക്കെട്ട് വിവാദത്തിൽ വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന പത്രാധിപർ KR അജയനെതിരെ കൂടുതൽ നടപടിക്ക് CPM ഉത്തരവിട്ടിരിക്കുകയാണ്. വിരമിക്കുന്നതുവരെ അവധിയിൽ പോകണമെന്നും അല്ലെങ്കിൽ രാജിവെക്കണമെന്നും അജയനോട് ദേശാഭിമാനിയുടെ ചുമതലയുള്ള CPM നേതാവ് ഫോണിൽ ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം. വിവാദത്തിന് തൊട്ടു പിന്നാലെ അജയനെ വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നു. നിലവിൽ 20 ദിവസത്തെ അവധിയിലുള്ള അജയൻ പുതിയ നടപടിയോട് പ്രതികരിച്ചിട്ടില്ല. നടപടിയെടുത്തതായി CPM നേതൃത്വവും സ്ഥിരീകരിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വാരാന്ത്യപ്പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് ദേശാഭിമാനി ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചതാണ് വിവാദത്തിന് തുടക്കമിട്ടത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടുള്ള ഒരു ലേഖനം ഈ വാരാന്ത്യപ്പതിപ്പിൽ ഉൾപ്പെട്ടത് അവസാന നിമിഷം കണ്ടെത്തിയതോടെയാണ് പ്രസിദ്ധീകരണം വൈകിച്ചതെന്ന വിവരമാണ് എന്നാൽ പിന്നീട് പുറത്തു വന്നത്. ലേഖനത്തിന്റെ തലക്കെട്ട് മാറ്റാൻ വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയുള്ള അജയൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ പേജ് മാറ്റിയാണ് അടുത്ത ദിവസം വാരാന്ത്യപ്പതിപ്പ് ഇറക്കിയത്. വിവാദത്തിൽ ദേശാഭിമാനി അധികൃതർ അജയനോട് വിശദീകരണം ചോദിച്ചിരുന്നു. കള്ളൻ വിജയൻ എന്നറിയപ്പെടുന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനത്തിന് അനുയോജ്യമായ തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന് തന്നെയായിരുന്നുവെന്നും ലേഖകൻ നൽകിയ തലക്കെട്ട് അതേപടി ഉപയോഗിച്ചുവെന്നുമായിരുന്നു അജയൻ നൽകിയ വിശദീകരണം. അതേസമയം വാരാന്ത്യപ്പതിപ്പ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കാതിരുന്നത് സാങ്കേതിക പിഴവാണ് എന്നാണ് റെസിഡന്റ് എഡിറ്റർ സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിണറായിക്ക് എന്തിനാണ് ഈ കള്ളൻ എന്ന വാക്കിനോട് ഇത്രമേൽ ഭയം എന്നുള്ള ചോദ്യത്തിനാണ് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്തരം നൽകേണ്ടത്. ഇരട്ടച്ചങ്കൻ എന്ന് സ്വയം പുകഴ്ത്തുന്ന നേതാവിന് കള്ളൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ചങ്കിടിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇതൊരു തരം ഉളുപ്പില്ലാത്ത നടപടിയല്ലേ CPM ചെയ്തത് എന്ന് ചോദിക്കാതെ വയ്യ.